ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂവിൻ മൂവിൻ അവറേജ്. ഇതൊരു വിൻഡോസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മൂവി അവറേജ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അനാലിസിസിന് വേണ്ടിയിട്ട് മൂവി അവറേജ് യൂസ് ചെയ്യലുണ്ട്. അപ്പം അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് വിക്ടറിയിൽ എങ്ങനെയാണ് അത് കൊറി ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഉദാഹരണത്തിന് എടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ സെയിൽസ് ഡാറ്റ എന്നുള്ള ടേബിളാണ്. ഇതിൽ എന്തെല്ലാം ഉണ്ട്? സെയിൽസ് പേഴ്സൺ നെയിം ഉണ്ട്, അതുപോലെ സെയിൽസ് ഡേറ്റ് ഉണ്ട്, സെയിൽസ് എമൗണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് എന്നിട്ട് ഈ ഇതിൽ നിന്ന് ഞാൻ അതിൻ്റെ കോഡ് ചെയ്താണ്, മൂവി ആവറേജിൻ്റെ കോഡ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ സെലക്ട് ചെയ്ത് ആദ്യം തന്നെ നമുക്കറിയാം വിക്ടറിയിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ആണ്. അത് സെലക്ട് ചെയ്ത് ഞാൻ ഏതെല്ലാം സെലക്ട് ചെയ്ത് സെയിൽസ് പേഴ്സൺ സെലക്ട് ചെയ്ത്, സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്ത്, സെയിൽസ് എമൗണ്ട് സെലക്ട് ചെയ്ത്, പിന്നെ ആവറേജ് മൂവി ആവറേജ് ഇത് മൂവി ആവറേജ് ഫുൾ ചെയ്തില്ല. ആവറേജ് ഓപ്പൺ ദ ബ്രാക്കറ്റ്, അതിൽ ഏത് കോളമാണോ നമുക്ക് മൂവി ആവറേജ് ചെയ്യേണ്ടത് അത് എഴുതും. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് സെയിൽസ് എമൗണ്ട് ആണ്. ഓക്കെ, ഓവർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഓവർ എന്ന് എഴുതും. എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പാർട്ടീഷൻ ബൈ വേണമെങ്കിൽ പാർട്ടീഷൻ ബൈ എഴുതും. ഈ പാർട്ടീഷൻ ബൈ വേണമെങ്കിൽ ഓർഡർ ബൈ മാത്രമേ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പാർട്ടീഷൻ ബൈ എഴുതിയിട്ടുണ്ട്. പാർട്ടീഷൻ ബൈ സെയിൽസ് പേഴ്സൺ, പിന്നെ ഓർഡർ ബൈ സെയിൽസ് ഡേറ്റ്. ഓക്കെ, അസെൻഡിങ് ഓർഡർ ബൈ സെയിൽസ് ഡേറ്റ് മാത്രം എഴുതിയാൽ അസെൻഡിങ് ആയിട്ടാണ് ഓർഡർ ലെവലിൽ. ഓക്കെ, പിന്നെ റോസ് വിത്ത് സെയിൽസ് ഡേറ്റ്, സോറി, ഓർഡർ ബൈ സെയിൽസ് ഡേറ്റ്. പിന്നെ നമ്മൾ ഇതിൻ്റെ മൂവി ആവറേജസിൽ എന്തൊക്കെ എഴുതണം? ഒരു പ്രധാനപ്പെട്ട ടേം കൂടെ എഴുതണം. റോ ബിറ്റ്വീൻ ടു പ്രൊസീഡിങ്സ് ആൻഡ് കറണ്ട് റോ. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ടേബിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് ആസ് മൂവിങ് അവറേജ് എന്നുള്ള ടേബിളായിട്ട് സേവ് ചെയ്ത്, പിന്നെ ഫ്രം ഏതിൽ നിന്നാണ്? സെയിൽസ് ഡാറ്റ എന്നുള്ള ഇതിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഔട്ട്പുട്ടിൽ എന്തെല്ലാം ഉണ്ട്? നമ്മൾ സെലക്ട് ചെയ്ത സെയിൽസ് പേഴ്സൺ ഉണ്ട്, സെയിൽസ് ഡാറ്റ ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്, മൂവിങ് ആവറേജ് എന്നുള്ള ഒരു ടേം, മൂവിങ് ആവറേജ് എന്നുള്ള ഒരു കോളം കൂടിയുണ്ട്. ഇതിൽ ഇനി ഇത് എങ്ങനെയാണ് വന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമ്മളവിടെ ഇതിൽ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയോളൂ. സെയിൽസ് എമൗണ്ടിന് ഓവർ പാർട്ടീഷൻ ബൈ സെയിൽസ് പേഴ്സൺ, ഓർഡർ ബൈ സെയിൽസ് ഡേറ്റ്, റോസ് ബിറ്റ്വീൻ ടു പ്രൊസീഡിങ്സ് ആൻഡ് കറണ്ട് റോ. ഇതെന്താണെന്ന് വെച്ചാൽ ടു പ്രൊസീഡിങ്സ് പറഞ്ഞാൽ മുൻ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശേഷം വരുന്നത്. ഓക്കെ, പിന്നെ കറണ്ട് റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സെയിൽസ് പേഴ്സണിൽ കറണ്ട് റോ എന്നുള്ളത് ഇത്. ഓക്കെ, സെയിൽസ് അപ്പോൾ മുന്നേ കഴിഞ്ഞത് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ മുന്നേ കഴിഞ്ഞത്, കറണ്ട് റോ എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിം റോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഈ റോ സെയിൽസ് എമൗണ്ടിൽ ഈ റോ എടുക്കുമ്പോൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ റോ രണ്ടെണ്ണം ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് സീറോ ആണ്. അപ്പോൾ പിന്നെ കറണ്ട് റോ മാത്രമേ ഉള്ളൂ. കറണ്ട് റോൻ്റെ അവറേജ് എത്രയാണ്? 500 ഡിവൈഡ് ബൈ 1 എത്ര? 500. അപ്പോൾ അതാണ് ഇവിടെ മൂവിങ് അവറേജ് എന്ന് കിട്ടിയത്. ഇനി നെക്സ്റ്റ് 300 എന്നുള്ളതിൻ്റെ സെയിൽസ് എമൗണ്ട് 300 എന്നുള്ള റോ എടുക്കുമ്പോൾ അതിൻ്റെ മുന്നേ രണ്ട് പ്രൊസീഡിങ്സ് ഉണ്ടാവും. ഇല്ല, ഒരു പ്രൊസീഡിങ്സ് 500 എന്നുള്ളത് ഉണ്ട്. ഓക്കെ, അപ്പോൾ 500 എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 500 പ്ലസ് കറണ്ട് റോ 300, അപ്പോൾ 800 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 800 ഡിവൈഡ് ബൈ 2 ചെയ്താൽ എത്രയാണ്? 400.
400. അപ്പോൾ ഈ 400 രണ്ടാമത്തെ റോയിൽ ഇവിടെ കിട്ടിയത്. ഇനി മൂന്നാമത്തെ എടുക്കുക, 700 എടുക്കുക. 700 എടുക്കുമ്പോൾ രണ്ട് പ്രൊസീഡിങ്സ് ഇല്ലേ, ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്രൊസീഡിങ്സ് നമ്മൾ എടുക്കുമ്പോൾ 700ന്റെ രണ്ട് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ 300 500, അപ്പോൾ 800 300 പ്ലസ് 500 800. പിന്നെ കറണ്ട് ഡ്രോ 800, 800 പ്ലസ് 700 ഇതൊക്കെ 1500. 1500 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ അതിൻ്റെ മൂവിങ് ആവറേജ് കിട്ടും നമ്മുടെ കോഡ് പ്രകാരം. എത്രയാണ്? 500. ഓക്കെ, ഇനി ഇനി 600 എടുക്കുമ്പോൾ രണ്ട് പ്രൊസീഡിങ്സ് ആണ് എടുക്കുന്നത്. ഇതിന്റെ നേരെ മുകളിൽ രണ്ടെണ്ണം. അതിൽ 500 എടുക്കൂലേ? ഓക്കെ, 500 എടുക്കില്ല. നമ്മൾ ആകെ എടുക്കുന്നത് ഈ 600ന്റെ റോന്റെ നേരെ മുകളിലുള്ളത് 700 300 എടുക്കും. അത് 1000 പ്ലസ് കറണ്ട് റോ 600. 1600 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 533 കിട്ടും. ഇവിടെ ഇനി രണ്ടാമത്തെ 800 എന്ന് എടുക്കുകയാണെങ്കിൽ, ഇവിടെ 800 എന്ന് എടുക്കുകയാണെങ്കിൽ 800ന്റെ മുകളിലുള്ളത് 700 600 1300. 1300 800 2100 ഡിവൈഡ് ബൈ 3 ചെയ്താൽ 700 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് മൂവിങ് ആവറേജ് എടുക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ഇവിടെ മൂവിങ് ആവറേജിൽ നമ്മൾ എന്താ എടുത്തത്? ഇത് ഈ സ്റ്റേറ്റ്മെന്റിൽ മൂവിങ് ആവറേജ് എടുത്തത് മൂവിങ് ആവറേജിൽ രണ്ട് പ്രൊസീഡിങ്സും കറണ്ട് റോ എടുത്ത്. ഇവിടെ നമുക്ക് രണ്ടിന് പകരം നമുക്ക് 5 സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ 30 ഒക്കെയാണ് നമ്മൾ സാധാരണ എടുക്കൽ, 30 ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് മൂവിങ് ആവറേജ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് വിൻഡോസ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഇതിൻ്റെ മുന്നുള്ള 3 വീഡിയോ ഇതും കൂടി കൂട്ടിയിട്ട് ഏകദേശം 4 വീഡിയോസ് നമ്മൾ വിൻഡോസ് ഫംഗ്ഷൻ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.